പെട്ടെന്ന് ചക്കയപ്പം തിന്നാനൊരാഗ്രഹം. നോക്കിയപ്പോഴോ ഇലയില്ല. പിന്നെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ് ബട്ടർ പേപ്പറിനകത്ത് ചക്കയപ്പം ഉണ്ടാക്കാവുന്നത്. ഇനി ഗുജറാത്തിൽ താമസിക്കുന്നവർക്ക് ഇല കിട്ടാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഈ വട്ടം അമ്മ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഇലയൊന്നും കൊണ്ടുവന്നില്ല. നാട്ടിൽ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് അതിനനുസരിച്ച് ഇലയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ് ചക്കയപ്പം ബട്ടർ പേപ്പറിൽ ഉണ്ടാക്കാമെന്ന്. ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റായിരുന്നു. ഇല കിട്ടാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ കാണുമായിരിക്കും. ഞാൻ വിചാരിച്ചു കേക്കൊക്കെ ഉണ്ടാക്കാമെങ്കിൽ പിന്നെ ബട്ടർ പേപ്പറിനകത്ത് ഇച്ചിരി ചക്കയപ്പം ഉണ്ടാക്കി നോക്കാനാണോ പ്രയാസമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി, നല്ല ടേസ്റ്റായിരുന്നു. ഇതുവരെ ഞങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ബട്ടർ പേപ്പറിനകത്ത് വട്ടയപ്പം ഉണ്ടാക്കാവോ കഴിക്കുമോ, അതിന് മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. കൊതി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ ഒത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇലയ്ക്കകത്ത് ഉണ്ടാക്കുന്ന ഇലയുടെ ഒരു മണമൊന്നും ഇല്ലായിരുന്നു, എങ്കിൽ തന്നെ ഇലയ്ക്കകത്ത് ഉണ്ടാക്കുന്നത് അതുപോലൊക്കെ തന്നെ വന്നു. ഇനി ആരെങ്കിലും ഇല കിട്ടാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങൾ ഉണ്ടാക്കി നോക്കി, കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. താങ്ക് യു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റായിരുന്നു. കണ്ടോ, ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് പേപ്പർ ഒന്ന് ഒട്ടിപ്പിടിക്കുമായിരിക്കും. ചൂടോടായപ്പോൾ പെട്ടെന്ന് ഇളകി വന്നു. അതൊന്ന് തണുപ്പ് മാറുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഇഡലി കുട്ടകത്തിനകത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ ടാറ്റ ബൈ ബൈ.